തൂണെടുക്കാം അവിടെ മാറാറ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ, പൂതക്കാടാണ് ഉള്ളത്. നമ്മൾ ഇന്ന് വരോട് പോവുകയാണ് കേട്ടോ, എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്നൊരു വിശേഷമുണ്ട് കേട്ടോ. അവിടെ അനിയത്തിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പൂതക്കാട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ, എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഫോണിൽ കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. കുറേ ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട്, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതാ നമുക്ക് പീലിക്കുട്ടിനെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അത് കുറേ മുന്നത്തേണ് എന്നുള്ളത്. എന്തായാലും ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആ പീലിക്കുട്ടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ യാത്ര പോണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ദിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. ദിച്ചുനിങ്ങനെ വിളിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ കാണിച്ചെടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നതും ആൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പോസ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ബോയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിഡ്സ് കളറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപ്പശ്ശേരിയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ പീലിക്കുട്ടിക്ക് ചെരുപ്പ് വേണമായിരുന്നു. അപ്പോൾ ഇതാ ക്രോക്സ് നോക്കിയായിരുന്നു കേട്ടോ. അവൾക്കിതിപ്പോൾ രണ്ടാമത്തെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അവളുടെ ആദ്യത്തെ കേട് വന്നിട്ടുണ്ടായിരുന്നു. കേട് വരില്ല, എന്താണ്ടായേ, പട്ടി എന്തോ അടിച്ചിട്ട് പറ്റ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തിട്ടിട്ട്. അല്ലാതെ അധികം ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു 50 ഡേയ്സോ അങ്ങനെ എന്താണത് വാങ്ങിച്ചിട്ട് തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പിങ്ക് കളറുള്ളതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ആളിങ്ങനെ അത് കൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ടോയ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ ഇങ്ങനെ കാണുകയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈക്കിളിലൊക്കെ കയറി ഇരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പീലിക്കുട്ടിക്ക് ഇപ്പോൾ 2 ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒന്നാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഒന്ന് തന്നെ അവൾക്കായിട്ടില്ല. ഇതുപോലത്തെ ഒരു സൈക്കിളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടിയിട്ടൊരു വണ്ടി വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സൈക്കിൾ ഏത് വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ വരോടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും റെഡി ആവുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറച്ചായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ പൊടി ഇതിവിടെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ പൊടി എന്ന് വിളിച്ചിട്ടേ എൻ്റെ അടുത്ത് പറയും പൊടി വിളിക്കേണ്ടെന്നൊക്കെ കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ വരുള്ളൂ പൊടി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പേര് ആയുഷ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഉള്ള ആളുടെ പേര് ഇഷ എന്നാണ്. അപ്പോൾ എല്ലാവരും റെഡി ആവുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ദിച്ചുവിൻ്റെ അടുത്ത് 2 ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കണ്ണിട്ട് കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച ഫോട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇതാ അവിടെ കുഞ്ഞമ്മ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടീനെ റെഡി ആക്കിയിട്ടില്ല, ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, ആൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പം ഇങ്ങനെ എണീക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവനെ റെഡിയാക്കാം. പീലിക്കുട്ടി പിന്നെ ഇവിടെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ഓടിക്കളിക്കൊക്കെ ആയിരുന്നു. ഇതാ ഓടിക്കൊണ്ട് വരുന്നു കേട്ടോ. ആൾ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഇഷാൻകുട്ടി റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. റെഡ് കളർ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പൊടിക്കൊരു വൈറ്റ് കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പേരും മാച്ചിങ് ആവാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊരു മാച്ചിങ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. കേക്ക് കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ അവരെല്ലാവരും കൂടെ നിന്നിട്ട് ഇങ്ങനെ എടുക്കുകയായിരുന്നു. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം വലിയ പരിപാടിയൊന്നുമല്ല, ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കസിൻസും അങ്ങനെ എടുത്തുള്ളവരൊക്കെ പടയിട്ട് അങ്ങനത്തെ ഒരു ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ അതാ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ലഡു മിഠായിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്ത് കേക്കാന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അതാ
എടുക്കാം അവിടെ മാറാനും എന്തുകൊണ്ട് പാട്ടോട് പാട്ടോട് എല്ലാരും പാട്. ഹാപ്പി ബർത്ത്ഡേ എന്താ പാട്ട് കൊടുക്കൂ ഞാൻ അപ്പോൾ അതാ പിന്നെ അങ്ങനെ കുട്ടിയുടെ അച്ചമ്മ കേക്ക് കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അവനിങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കേക്ക് കഴിക്കാൻ, വായൊക്കെ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് അടുത്തത് അമ്മായിയാണ് കേട്ടോ, കുട്ടിയുടെ അമ്മായിയാണ്, അവൾ കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഇങ്ങനെ കേക്ക് കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ അച്ഛൻ വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആൾ വേറെ മൂഡായിട്ടുണ്ട്, വേറെ എവിടേക്കൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ, വായൊന്നും തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പോന്നു. പിന്നെ ഇതാ പീലിക്കുട്ടിയും അമ്മയും കൂടിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പീലിക്കുട്ടി ആൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ള് കോൺസെൻട്രേഷൻ ഓൾക്ക് കിട്ടുക എന്നുള്ള രീതിയിലായിരുന്നു, വായൊക്കെ ഇങ്ങനെ പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അവളുടെ വായിലും തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് കൊടുക്കാൻ പോകണമെന്നുണ്ട്. ഞാൻ ഈ ഫോൺ ആരുടെ അടുത്ത് കൊടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയാണ്. ലാസ്റ്റ് ഞാൻ തിച്ചുൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കേക്ക് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. നേരെ എടുത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവനെ പിന്നെ പറഞ്ഞ അതുപോലെ ചെയ്തു തരും കേട്ടോ. അപ്പം അങ്ങനെ കേക്കൊക്കെ കൊടുത്തു. കോൺക്രീറ്റ് ചെയ്യുമ്പോ കംപ്ലീറ്റ് അപ്പം അങ്ങനെ നമ്മൾ കേക്ക് കഴിച്ചു, മിഠായി കഴിച്ചു, ലഡു കഴിച്ചു, അതൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡും കൂടെ കഴിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വയറൊക്കെ ഫുള്ളായിട്ടുണ്ട്, മധുരം കഴിച്ച് നമുക്ക് വയറൊക്കെ അങ്ങനെ ഫില്ലായി നിൽക്കുമല്ലോ. കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൊരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ ഒന്ന്, അപ്പോൾ അതിനും പോകണം. ഇത് കഴിഞ്ഞിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. കണ്ണേട്ടന് മാത്രമല്ല നമുക്ക് വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് പോകണുള്ളൂ. കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ വേഗം പോകും കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ വേഗം ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, കൂടെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഞാനും ഫീലിംഗ് ആണ് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോകണുള്ളൂ. തിരിച്ചും കണ്ണേട്ടനും പോകും കേട്ടോ. ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഞാൻ അന്ന് പൂതക്കാട് പോയിട്ട് ഇന്ന് തന്നെ വൈകുന്നേരം വീട്ടിൽ പോകും, കാരണം നാളെ തിരിച്ചുവിന് സ്കൂളുള്ള ദിവസമാണല്ലോ. അപ്പോൾ പീലിക്കുട്ടി ഇങ്ങനെ എല്ലാ കുട്ടികളെയും കൂടെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആക്റ്റീവായിട്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇരുന്നു. ലാസ്റ്റ് നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യായിരുന്നു കേട്ടോ. നമുക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും കേട്ടോ, ഭയങ്കര രസമായിരിക്കും, വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആൺകുട്ടികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഡ്രസ്സൊന്നും അത്ര വലിയ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. ഇച്ചിരി ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു വെച്ചാൽ അവൾക്ക് അടിപൊളിയായിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന്. നമ്മളിങ്ങനെ ആൺകുട്ടികളുടെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും കൂടുതലും കണ്ണ് പോവുക അവിടേക്കായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ഫ്രോക്കും സ്കേർട്ടും ടോപ്പും അങ്ങനെ കാണാനും എടുക്കാനൊക്കെ ഒരുപാട് കളക്ഷൻസ് ആയിരിക്കുമല്ലോ, നല്ല ക്യൂട്ട് ഐറ്റംസ് ആയിരിക്കും. ഇതങ്ങനെ കുറേ ടീഷർട്ടും ഷർട്ടും പാൻറ്റും ട്രൗസേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ടെഡി ബിയർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുറന്നിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, ഞാനും അമ്മയും കൂടെ ഇരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരേപോലത്തേക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പീലിക്കും ഉണ്ടായിരുന്നു അതുപോലെ ഒരേപോലത്തെ. ഇത് കളറാണ് ഒരുപോലത്തെ. പീലിക്കുട്ടിക്ക് അങ്ങനല്ല, ഒരു സാധനം തന്നെ സെയിം രണ്ടെണ്ണം.
3 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പീലിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ് കേട്ടോ, ഇടാതെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വന്ന് ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ ഈ അധികം ഫ്രോക്ക് ടൈപ്പല്ലേ ഉണ്ടാവുക, ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ അധികം വരും, അങ്ങനെ ഉണ്ട് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോഴേ ഇടാനും പറ്റുള്ളൂ. വീട്ടിലൊന്നും ഇപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യില്ലല്ലോ. നമ്മൾ നല്ല കംഫർട്ടായിട്ട് സോഫ്റ്റായി കിടക്കുന്ന മെറ്റീരിയലൊക്കെ ആണല്ലോ വീട്ടിൽ യൂസ് ചെയ്യുക. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോഴല്ലേ നമുക്കത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴും പീലിക്കുട്ടി വന്നിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ ചെറിയ സൈസ് കാണുമ്പോഴേ അവൾക്കാണ് എന്നുള്ളത് തോന്നുന്നു. ഓരോന്നെടുത്ത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ടോയ്സൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.